കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്ന് എന്ത് സംഭവിച്ചു? സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ഗോസിപ്പുകളില്ലാത്ത മേഖല വളരെ കുറവായിരിക്കും. പക്ഷേ ഗോസിപ്പുകൾ അതിര് കടക്കുമ്പോൾ നൽകേണ്ടി വരുന്നത് ജീവന്റെ വിലയാണ്. പറഞ്ഞു വരുന്നത് ഇന്ന് ഭോപ്പാലിലുണ്ടായ 2 സർക്കാർ ജീവനക്കാരുടെ ജീവനെടുത്ത സംഭവത്തെക്കുറിച്ചാണ്. 2 സർക്കാർ ജീവനക്കാർ സ്വയം ജീവനൊടുക്കിയതിനെ കുറിച്ചാണ്. സഹപ്രവർത്തകർ കൂടുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങുന്ന ഗോസിപ്പുകളാകും പിന്നീട് അത് വലിയ സംഭവങ്ങളായി മാറുന്നത്. അത്തരത്തിലുള്ള ഗോസിപ്പുകളാണ് ഇവിടെ ഭോപ്പാലിൽ 2 പേരുടെ ജീവനെടുത്തത്. ആ തമാശയാണ് ജീവിതം അവസാനിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് പോലും 2 സഹപ്രവർത്തകരെ കൊണ്ടെത്തിച്ചത്. ഭോപ്പാലിലെ ബേതുൽ ജില്ലയിലെ ബയവാടി എന്ന ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കിണറ്റിൽ ചാടിയാണ് 2 ജീവനക്കാർ ജീവനൊടുക്കിയത്. ബേതുൽ നഗർ പരിഷത്തിലെ ക്ലർക്കായ രജനി ദുണ്ടലെ, വാട്ടർ അതോറിറ്റി ജീവനക്കാരനായ മിഥുൻ എന്നിവരാണ് ജീവനൊടുക്കിയത്. രജനി ദുണ്ടലയ്ക്ക് 48 വയസ്സാണ് പ്രായം. മിഥുന് 29 വയസ്സും. മിഥുനും രജനിയും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഓർക്കണം, 2 പേരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. വിധവയായ രജനി 2 മക്കളുടെ അമ്മയാണ്. രജനിയുടെ മകന്റെ വിവാഹം ഉടനെ നടക്കാനിരിക്കെയാണ് ഈ സംഭവമെന്നുമാണിപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ രജനി ചെയ്ത കുറ്റം എന്താണ്? വിധവയായതാണോ രജനി ചെയ്ത കുറ്റം? വിധവയായതുകൊണ്ടാണോ ഇത്തരത്തിൽ സഹപ്രവർത്തകരിൽ നിന്ന് ആ 48-കാരിക്ക് ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നത്? ഇരുവരുടെയും ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തി. രജനിയുടെ വീട്ടിൽ നിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയത്. ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് നേരിട്ട അപവാദ പ്രചരണങ്ങൾ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഈ അപവാദ പ്രചരണം കാരണമാണ് തങ്ങൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുന്നത് എന്നാണ് രജനി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതിൽ നമ്മളെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ്: മിഥുനെ ഞാൻ തന്റെ മകനായിട്ടാണ് കണ്ടത്. അത്തരത്തിൽ മകനായിട്ട് കണ്ട ഒരാളുമായി വഴിവിട്ട ബന്ധം തനിക്കുണ്ട് എന്നുള്ള അപവാദ പ്രചരണമാണ് തന്റെ ജീവനെടുക്കാൻ താൻ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് അവർ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. അതുമാത്രമല്ല, ചില സഹപ്രവർത്തകരുടെ പേരും രജനി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇരുവരെയും കാണാതായതോടുകൂടി വീട്ടുകാർ നടത്തിയ തെരച്ചിലാണ് രജനിയുടെ വീടിന് സമീപത്തുള്ള കിണറിന്റെ പരിസരത്ത് നിന്ന് ഇവരുടെ മൊബൈൽ ഫോണും അഴിച്ചിട്ട ചെരുപ്പുകളും കാണുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ 2 പേരും കിണറ്റിൽ മരിച്ച നിലയിൽ ആ കുടുംബാംഗങ്ങൾ കണ്ടു തുടങ്ങിയത്. അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം സംഭവ സ്ഥലത്തെത്തി. ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ കേസ് നടക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. മിഥുന്റെ ഫോൺ ലൊക്കേഷൻ ട്രാക്ക് ചെയ്താണ് പോലീസ് ഈ കിണറിന് സമീപം എത്തിയത്. അവിടെ നോക്കുമ്പോഴാണ് ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ചെരുപ്പുകളും കിണറിനകത്ത് ഊരിവെച്ചതായി കാണാൻ സാധിക്കുന്നത്. ദിവസങ്ങളായി രജനി അസ്വസ്ഥയായിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. ഓഫീസിലെ സമ്മർദ്ദവും പീഡനവും രജനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് കുടുംബം ആരോപിച്ചത്. മിഥുൻ രാത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് തിരിച്ചെത്തിയില്ല എന്നാണ് സഹോദരൻ പറഞ്ഞത്. എന്താണ് മിഥുന് സംഭവിച്ചതെന്ന് തങ്ങൾക്കും അറിയില്ല എന്ന് മിഥുന്റെ കുടുംബം പറയുന്നു. എന്തായാലും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ സംഭവ വികാസങ്ങളിൽ എന്താണ് ആധികാരികമായി സംഭവിച്ചത് എന്ന് അന്വേഷണ സംഘം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇരുവരുടെയും സഹപ്രവർത്തകരിൽ നിന്നും
അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അതിനുശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായ തൊഴിൽ നിയമങ്ങൾ പ്രാബല്യത്തിലുണ്ട്. പക്ഷെ അതെല്ലാം നടക്കുന്നുണ്ടോ എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. ഇതും സംഭവിച്ചത് ഒരു തൊഴിലിടത്തിലാണ്, അതും ഒരു സർക്കാർ സ്ഥാപനത്തിലാണ്. ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ മൂലം 2 പേർക്ക് ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഗോസിപ്പുകൾ അതിരുവിടുമ്പോൾ ഇല്ലാതാവുന്നത് പല കുടുംബങ്ങളിലെയും പ്രതീക്ഷയാണ്, പല കുടുംബങ്ങളിലെയും അത്താണികളെയാണ് നമുക്ക് നഷ്ടമാകുന്നത് എന്നതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ജീവിതം അവസാനിപ്പിക്കാമെന്ന ചിന്തയിലേക്ക് ഈ 2 പേരും എത്തിയെങ്കിൽ ഒന്നോർത്തു നോക്കൂ, അവർ അതിനു മുൻപ് എത്രമാത്രം വേദനിപ്പിച്ചു കാണും, എത്രമാത്രം അവർ വിഷമിച്ച് കാണും, എത്രമാത്രം വലിയൊരു മാനസിക സംഘർഷങ്ങളിലൂടെ ആ 2 പേരും കടന്നു പോയിട്ടുണ്ടാകും. നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നത് ആ വാക്കുകളാണ്, രജനിയുടെ ആ വാക്കുകളാണ്. അതിങ്ങനെയായിരുന്നു, തൻ്റെ മകനെ പോലെയാണ് താൻ മിഥുനെ കണ്ടത്. അത്തരത്തിൽ മകനെ പോലെ കണ്ട ഒരാളെക്കുറിച്ചാണ് മറ്റ് സഹപ്രവർത്തകർ ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ട് എന്ന് പറഞ്ഞ ആ വിധവയായ സ്ത്രീയെ വേദനിപ്പിച്ചത്. അത് തന്നെയായിരിക്കാം ആ 2 പേരെയും ഇനി മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കാതെ സ്വയം ജീവൻ ഒടുക്കാനുള്ള കാര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചതും. കൃത്യമായി ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടാവണം. ആരൊക്കെയാണോ കുറ്റക്കാർ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്നേ മതിയാകുകയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇനിയും ഒരുപാട് ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ തൊഴിലെടുത്ത് ജീവിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾക്ക് ഒരു ജീവനും ഇനി ഇല്ലാതാക്കാൻ സാധിക്കരുത്. കൃത്യമായി നടപടി ഉണ്ടായേ മതിയാകും. പുനലൂർ ആളുകേറാമല കൊലപാതകത്തിൽ ഉത്തരം കിട്ടാതെ പോലീസ് നട്ടം തിരിയാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ആരാണ് അവിടെ ക്രൂരമായി കൊല്ലപ്പെട്ടത്? ആരാണ് അവിടെ ക്രൂരമായി കൊല നടത്തിയത്? ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടാതെ പോലീസ് പെടാപ്പാട് പെടുകയായിരുന്നു. ഒക്ടോബർ 23-നാണ് ആളുകേറാമലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. ആളുകേറാമലയിലെ ചെങ്കുത്തായ മലമുകളിൽ റബ്ബർ തോട്ടത്തിലാണ് ഈ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. മൃഗീയമായി കൊല്ലപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു മൃതശരീരം. ആ മൃതശരീരം കണ്ടപ്പോൾ തന്നെ ഇത് ക്രൂര കൊലപാതകത്തിന്റെ നേർസാക്ഷ്യമായി വളരെ വ്യക്തമായി മനസ്സിലായി. വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ട് പൂട്ടിയ നിലയിലായിരുന്നു അവിടെ അന്ന് മൃതദേഹം കണ്ടത്. ആ മൃതദേഹത്തിൽ വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തീ വെച്ച് മുഖം വികൃതമാക്കിയിരുന്നു. അപ്പോൾ മുതൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് ആരുടെ മൃതദേഹമാണ് എന്ന്. മൃതശരീരത്തിനടുത്ത് നിന്ന് കീറിയ നിലയിൽ ഒരു ബാഗും അതിൽ കുറച്ച് മിഠായികളും കുറച്ച് നാണയത്തുട്ടുകളും മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്. ആ ബാഗിന് സമീപത്ത് നിന്ന്, ആ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ കന്നാസ് കുപ്പിയും കത്രികയും കൂടി കണ്ടെത്തി അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. അവിടെ മുതൽ ആരാണ് കൊല്ലപ്പെട്ടതെന്നോ ആരാണ് കൊലപാതകിയെന്നോ അറിയാതെ നട്ടം തിരിയുകയായിരുന്നു അന്വേഷണ സംഘം. സ്ത്രീയാണോ പുരുഷനാണോ കൊല്ലപ്പെട്ടത് എന്ന് പോലും അറിയാതെ കഷ്ടപ്പെടുകയായിരുന്നു ഉദ്യോഗസ്ഥരെന്ന് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും. പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണപ്പെട്ടത് ഒരു പുരുഷനാണ് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. 40-50 വയസ്സിന് ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്റേതാണ് ആ മൃതദേഹമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നു. അതുമാത്രമല്ല, ഇടത് കാലിന് സ്വാധീനമില്ലാത്ത ആളാണ് കൊല്ലപ്പെട്ടതെന്നും കണ്ടെത്തി. മൃതശരീരത്തിന് ഏകദേശം 2 ആഴ്ചയോളം പഴക്കമുണ്ട് എന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നു. ഡോക്സോഡ് അടക്കം, വിരലടയാള വിദഗ്ധരടക്കം, ഫോറൻസിക് സംഘം അടക്കം ആ സ്ഥലത്ത് അവിടെ പരിശോധനയ്ക്ക് എത്തുന്നു. പരിശോധന വളരെ കൃത്യമായി നടക്കുന്നു.
പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 20 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് അന്വേഷണം മുന്നോട്ടു പോകുന്നു. പോലീസിന് ലഭിച്ച ചില നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം അന്യ സംസ്ഥാനത്തേക്കടക്കം വ്യാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പിന്നീട് നോക്കുമ്പോൾ പ്രതിക്കായി 20 അംഗ അന്വേഷണ സംഘം 4 പാടും തിരച്ചിൽ നടത്തുന്നു. ആ അന്വേഷണം അന്യ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പക്ഷെ അപ്പോൾ പോലും ആരാണ് പ്രതി, ഈ കൊല്ലപ്പെട്ടത് ആര് എന്നതിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഇതാ വളരെ സുപ്രധാനമായ ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ ആളുകേറ മലയിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് ഒരാൾ ആ കൊലപാതകം നടന്ന ദിവസം കന്നാസുകുപ്പിയിൽ പെട്രോൾ വാങ്ങി പോകുന്ന ദൃശ്യം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡാണ് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തുമ്പും കിട്ടാത്തിടത്തു നിന്ന് വളരെ സുപ്രധാനമായ ഈ കേസിലേക്ക് നയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തുമ്പാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ്. ഈ ചിത്രമാണിപ്പോൾ ഇന്ന് ഈ ആളുകേറ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘം പുറത്തുവിട്ടിരിക്കുന്നത്. കൊലപാതകം സംഭവിച്ച് 2 മാസം പിന്നിടുമ്പോഴാണ് ഈ ചിത്രം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ചിത്രം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന ഏറ്റവും ആശാവഹമായ തുമ്പ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആളുകേറ മലയുടെ കിലോമീറ്ററുകൾ അകലെയുള്ള പമ്പിൽ നിന്നും കന്നാസിൽ പെട്രോൾ വാങ്ങിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവച്ചത്. നമുക്ക് ആ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിട്ടുള്ളതാണ്. പുനലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വിപുലമായിട്ടുള്ള അന്വേഷണം തന്നെയാണ് നടത്തുന്നുള്ളത്. കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമുണ്ട്. കേരളത്തിലെ മുഴുവൻ മിസ്സിംഗ് കേസുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിലാണ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. DNA പരിശോധന എന്തൊക്കെയാണ്? DNA സാമ്പിൾസ് ചിലത് വെരിഫൈ ചെയ്തെങ്കിൽ അത് നെഗറ്റീവ് ആയിരുന്നു ഫലം. ബാക്കിയുള്ള മിസ്സിംഗ് കേസുകളിലൂടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും മിക്കവാറും എല്ലാവരും ട്രാൻസ്ഫർ ആവുകയാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഇതിനെ ബാധിക്കും എങ്ങനെ? അതിന്റെ ഇല്ല, അത് 1-2 ഉദ്യോഗസ്ഥർ മാത്രമേ ജില്ലക്ക് പുറത്തു വന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ജില്ലക്ക് തന്നെ ഉണ്ടാവും. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടിന്യൂ ചെയ്യും. ആ വശങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അതും കേന്ദ്രീകരിച്ച അന്വേഷണമുണ്ട്. അത് പറഞ്ഞല്ലോ, മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണമുണ്ട്. സൗത്ത് ഇന്ത്യയും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മിസ്സിംഗ് കേസുകൾ കേന്ദ്രീകരിച്ചു അവിടുത്തെ മിസ്സിംഗ് കേസ് ഡീറ്റെയിൽസ് കൂടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടെ വെരിഫൈ ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതടക്കം, നേരത്തെ നമ്മൾ കാണിച്ചതടക്കം ആ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രമാണ്. ഇയാൾ പ്രതിയാണോ, ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പങ്കുള്ളതെന്ന് സ്ഥിരീകരിക്കേണ്ടത്, ആ സംശയം ദൂരീകരിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. എന്തായാലും ഇപ്പോഴും ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ആരാണ് കൊല്ലപ്പെട്ടത്, അത്ര ബ്രൂട്ടലായി അമൃഗീയമായി കൊല്ലപ്പെട്ടത് ആരാണ് എന്ന് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം. അപ്പോൾ പോലും ഈ കൊല്ലപ്പെട്ടയാളെ കണ്ടെത്താനായി സംസ്ഥാനത്തിന് പുറത്തടക്കം തിരച്ചിൽ നടത്തുന്ന അതേ സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ സംശയിക്കുന്ന ആളെക്കുറിച്ചുള്ള തുമ്പ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. എന്തായാലും മൃതദേഹം കണ്ടെത്തി 60 ദിവസത്തിന് ശേഷം പോലീസിന് ലഭിച്ച ഈ നിർണായക തെളിവ് അത് അന്വേഷണത്തിന് കൂടുതൽ ഊർജം പകർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിലേക്ക് ആണ് ഇനി അന്വേഷണ സംഘത്തിന് കടക്കേണ്ടത്. ആരാണ് ആളുകേറ മലയിൽ കൊല്ലപ്പെട്ടത്, എന്തിനാണ് ഇത്ര മൃഗീയമായി ഈ കൊലപാതകം നടത്തിയത്, ആരാണ് ഈ കൊലപാതകി, എന്തായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഉത്തരം നൽകേണ്ടത് അന്വേഷണ സംഘമാണ്. ഇനിയും വൈകാതെ വളരെ വേഗം ആ ഉത്തരത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
മനാഫിന് നീതി തേടിയുള്ള 3 പതിറ്റാണ്ട് കാലത്തെ ഒരു കുടുംബത്തിന്റെ പോരാട്ടം, ആ പോരാട്ടം വിജയിച്ചിരിക്കുന്നു. ഒതായി മനാഫിന് നീതി ലഭിച്ചിരിക്കുന്നു. കേസിൽ കോടതി നാളെ വിധി പറയും. ഒതായി മനാഫ് കൊള്ളക്കേസിൽ 1-ാം പ്രതിയായി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരനാണെന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 1995 ഏപ്രിൽ 13-നാണ് മനാഫ് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. ഒതായി അങ്ങാടിയിൽ വെച്ച് പകൽ മനാഫിനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന മനാഫിനെ അടിച്ചും കുത്തിയുമാണ് കൊലപ്പെടുത്തിയത്. പിതാവ് ആലിക്കുട്ടിയുടെ കൺമുന്നിലാണ് മനാഫ് കൊല്ലപ്പെട്ടതെന്നാണ് ഏറെ ദാരുണമായ സംഭവം. PV അൻവറിന്റെ മുൻ MLA ആയ PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് ശിക്ഷിക്കപ്പെട്ട ഷഫീഖ്. ബാക്കി കേസുമായി ബന്ധപ്പെട്ട് 4 പേരുണ്ടായിരുന്നു. അതിൽ ഈ 1-ാം പ്രതി ഒഴിച്ച് ബാക്കി 3 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മുൻ MLA PV അൻവർ ഉൾപ്പെടെ 26 പേരാണ് ഈ കേസിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. പ്രധാന സാക്ഷികൾ കൂറുമാറിയതോടെ കേസിൽ 21 പേരെയാണ് വെറുതെ വിട്ടിരുന്നത്. അന്ന് ഒളിവിലുണ്ടായിരുന്ന 4 പേരെ കോവിഡ് കാലത്താണ് അന്വേഷണ സംഘം പിടികൂടുന്നത്. അങ്ങനെ 3 പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് മനാഫിന് നീതി കിട്ടുന്നത്. 1-ാം പ്രതി മാലക്കാടൻ ഷഫീഖ് കുറ്റക്കാരനെന്ന് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഷഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. അതിൽ 2-ാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ. അദ്ദേഹം പറഞ്ഞതുപോലെ 30, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 30 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു ക്രൂര കൊലപാതകത്തിലാണ് ഇപ്പോൾ ഇതാ വിധി വരുന്നത്. നാളെ അറിയാം ആ 1-ാം പ്രതിയുടെ വിധി അത് എന്താകുമെന്നുള്ളത്. 1-ാം പ്രതി മാലങ്ങാടൻ ഷഫീഖിന് പുറമെ കേസിലെ ബാക്കി 3 പ്രതികളെയാണ് ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. കൊലക്കുറ്റം തെളിഞ്ഞെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. 3-ാം പ്രതി മാലങ്ങാടൻ ഷെരീഫ്, 17-ാം പ്രതി നിലമ്പൂർ സ്വദേശി മുനീബ്, 19-ാം പ്രതി എളമരം സ്വദേശി കബീർ എന്ന ജാബിർ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 25 വർഷം ഈ കേസിലെ 4 പ്രതികളും ഒളിവിലായിരുന്നതെന്നാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നേരത്തെ കേസിൽ 21 പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. കേസിൽ 2-ാം പ്രതിയായ PV അൻവർ അടക്കമുള്ള 21 പ്രതികളെയായിരുന്നു നേരത്തെ കോടതി വെറുതെ വിട്ടത്. മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ പ്രതികളെല്ലാവരും പിടിയിലാവുന്നത്. മനാഫിന്റെ അച്ഛന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. 30 വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ 26 സാക്ഷികളിൽ ആദ്യം 21ഓളം സാക്ഷികളെ വെറുതെ വിട്ടു. ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട്. സാക്ഷികൾ കൂറുമാറിയെന്ന് മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാണത്തിനോ പോകാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അന്ന് ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല. ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ 10-25 വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ 4 പ്രതികളെ അവരെ
ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലും ഒക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും ഈ അക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. എന്തായാലും ഒന്നാം സാക്ഷി കൂറുമാറിയതോടുകൂടിയാണ് PV അൻവർ, മുൻ MLA ആയ PV അൻവർ അടക്കമുള്ള 21 പേരെ കോടതി കുറ്റവിമുക്തനാക്കിയത്. എന്നാൽ ആ നടപടിക്കെതിരെ ഇപ്പോൾ മനാഫിന്റെ സഹോദരൻ വീണ്ടും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ആ ഹർജി ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇനി അറിയാനുള്ളത് മാലങ്ങാടൻ ഷഫീഖിന്റെ വിധി എന്താകും? കാത്തിരിക്കാം നാളെ വരെ. നമുക്ക് സിനിമയിലൊക്കെ കണ്ടുപരിചയമുള്ള ഒരു കാര്യമുണ്ട്. നായകനും കുടുംബവും രാത്രി കിടന്നുറങ്ങുമ്പോൾ സമൂഹ വിരുദ്ധർ, ചില ഗുണ്ടകൾ വന്ന് ആ നായകനെയും കുടുംബത്തെയും ആക്രമിക്കുന്ന സീൻ. പറയാൻ പോകുന്നത് സിനിമയിലെ സീനിനെ കുറിച്ചല്ല. അങ്ങ് ഇടുക്കി കട്ടപ്പനയിൽ ഒരു ദിവസം, അതായത് ഇന്നലെ രാത്രി ഒരു കുടുംബം കിടന്നുറങ്ങുമ്പോൾ, അതും അർദ്ധരാത്രിക്ക് കിടന്നുറങ്ങുമ്പോൾ പുറത്ത് ആ വീടിനു നേരെ സമൂഹ വിരുദ്ധരുടെ ആക്രമണമുണ്ടായിരിക്കുന്നു. സമയം രാത്രി 12 മണി, അർദ്ധരാത്രി 12 മണി, അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ഒരു കുടുംബം സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു. പുറത്ത് ഉഗ്ര ശബ്ദം കേട്ടാണ് ആ കുടുംബവും ആ കുടുംബത്തിലെ എല്ലാവരും എഴുന്നേൽക്കുന്നത്. നോക്കുമ്പോൾ ബൈക്കിലെത്തിയ സാമൂഹ്യ വിരുദ്ധർ തങ്ങളുടെ വീടിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. കോൽക്കാട്ടിൽ പൊന്നപ്പന്റെ വീട്ടിലാണ് ആക്രമണമുണ്ടായത്. ഇരുട്ടിന് മറവിലെ ഈ ആക്രമണത്തിന് പിന്നിലെന്ത്? ഇരുട്ടിന് മറവിലെ ഈ ആക്രമണം എന്തിനു വേണ്ടിയാണ്? കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് എറിഞ്ഞത് കൊണ്ട് തന്നെ വീടിലെ ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്നു. ഉഗ്ര ശബ്ദം കേട്ടാണ് വീട്ടുകാരും സമീപവാസികളും അടക്കം എഴുന്നേൽക്കുന്നത്. ഇവർ പുറത്തെത്തിയപ്പോഴേക്ക് അക്രമികൾ ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. ആരാണ് പ്രതികളെന്നോ എന്തിനാണ് വീട് ആക്രമിച്ചതെന്നോ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, അന്വേഷണ സംഘത്തിന് പ്രതികളെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ആ വീട്ടിലെ ഗൃഹനാഥ തന്നെ പറയുന്നു. അതൊന്ന് കേട്ടുവരാം. ഒരു 12:05 കാണും. അന്നേരത്തേനെ ഞങ്ങളിങ്ങനെ ഉറക്കം വന്നേ ഉള്ളൂ. അപ്പോഴത്തേനാ ഈ ഒച്ച കേട്ടുകൊണ്ട് ഞങ്ങൾ ചാടി ഇരുന്നേക്ക്. അന്നേരം മേല് മുഴുവൻ ചില്ലും എല്ലാമായിരുന്നു. പിന്നെ കഥ തുറന്ന് നോക്കിയപ്പോഴത്തേന് അയൽവക്കാർ മുഴുവൻ ഈ ഒച്ച കേട്ട് അവരെല്ലാവരും ഇറങ്ങി മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ താഴത്തെ നിന്ന് വിജയം വന്നേച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു, വണ്ടി പോകുന്ന കണ്ടെന്ന് പറഞ്ഞു. നടന്ന് ഓടിപ്പോകുന്ന ഒച്ചയൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ വന്നു, ഞങ്ങൾ വിളിച്ചവർ വന്നു, എല്ലാം കണ്ടു കേട്ട് അവർ പോയി എല്ലാം പറഞ്ഞിരിക്കുക. സംഭവത്തിൽ എന്തായാലും കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കൃത്യമായി അന്വേഷണ സംഘം പരിശോധിക്കുന്നു. ഏറ്റവും പ്രധാനമായി അറിയാൻ സാധിച്ചത് പ്രതികൾ ആര് എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നാണ്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്.
നിഗൂഢതകളുടെ 20-ാം മണിക്കൂറുമായി നാളെ വീണ്ടും കാണാം ഇതേ സമയത്ത്.